ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇദാ സറക അൻ തഅലമ ജഹ്ലൽ അറബ് ഫഖ്റ മാ ഫൗക 30 വ 100 മിൻ സൂറത്തിൽ അൻആം എന്ന്. അറബികളുടെ വിവരക്കേട് അറിയാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ സൂറത്ത് അൻആമിലെ 130 മുതലുള്ള ആയത്തുകൾ ഓതി നോക്കൂ എന്ന്. ബുദ്ധി ഉപയോഗിക്കുന്നതിൽ പല കഴിവുകളും കാഴ്ചവെച്ച ബുദ്ധിരാക്ഷസന്മാർ വിവരക്കേടിൻ്റെ ആഴക്കുഴിയിൽ അധപ്പതിച്ച ഉദാഹരണങ്ങളാണ് സൂറത്ത് അൻആമിൻ്റെ 130 മുതലുള്ള ആയത്തുകൾ ലോകരോട് പറയുന്നത്. ഇത് വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, ഈ ഒരു അവിവേകവും ബുദ്ധിശൂന്യതയും ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ ഇത് നന്നേ പ്രകടമായിരുന്നു. തൻ്റെ ഭാര്യയെയും മക്കളെയും സ്വത്തിനെയും മുന്നിൽ വെച്ച് ജാഹിലിയത്തിൽ ചൂതാട്ടം നടത്തിയതിനെക്കുറിച്ച് ഖതാദ ഇബ്നു ദഅാമ സുദൂസി പറയുന്നുണ്ട്. ചൂതാട്ടത്തിൽ ഭാര്യയെ വെച്ചാണ് ചൂതാടുന്നത്, മക്കളെയും സ്വത്തും വെച്ചാണ് ചൂതാടുന്നത്. ചൂതാട്ടത്തിൽ പരാജയപ്പെട്ടാൽ തൻ്റെ ഭാര്യയും സ്വത്തും ജയിച്ചവൻ്റെ കയ്യിൽ കാണുമ്പോൾ സങ്കടപ്പെട്ട് വിഷണ്ണനായിരിക്കുന്ന ജാഹിലിയ കാലക്കാരൻ. അതിൽ പിന്നെ അതിനെ തുടർന്നുള്ള കൊടിയ ശത്രുതയും വൈര്യവും അവർക്കിടയിൽ. ചൂതാട്ടം വിലക്കിയുള്ള വിശുദ്ധ വചനത്തിൻ്റെ തഫ്സീറിൽ നമ്മൾ വായിക്കുന്ന ചരിത്രമാണിത്. വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാ, നിങ്ങൾ നിങ്ങളുടെ വൃത്യകളെ വേശ്യാവൃത്തി ചെയ്ത് ധനം ശേഖരിക്കാൻ നിർബന്ധിക്കരുതെന്ന ആശയത്തിൽ ആയിത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ തൻ്റെ വീട്ടിലെ വൃത്യയെ ഇദ്ഹബി ഫബിഗീന ഷൈഅൻ, നീ പോയി ലൈംഗിക തൊഴിലെടുത്ത് വല്ലത് സമ്പാദിച്ചു കൊണ്ടുവാ എന്ന് നിർബന്ധിച്ചിരുന്നതിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ഹദീസുകളിൽ കാണാം. കാന യുക്രിഹുഹ അലസ്സിന ഫശഖത ദാലിക ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പെണ്ണിനെ കപടൻ ഇബ്നു ഉബൈ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുമായിരുന്നു. ആ മഹദി തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടപ്പെട്ടപ്പോൾ ആ വിഷയത്തിലാണ് ആയത്തിറങ്ങുകയുണ്ടായത് എന്നതാണ് ചരിത്രം. ഇങ്ങനെ ഉദാഹരണങ്ങൾ പലതും ഈ വിഷയത്തിൽ. അല്ലാമ മുഹമ്മദുൽ അമീൻ അഷ്ശൻഖീതി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അക്കാലഘട്ടക്കാരുടെ ചില കവിതകൾ കൊടുക്കുന്നുണ്ട്. ഗദ്യത്തിലും പദ്യത്തിലും ബുദ്ധി ഉപയോഗിച്ചിരുന്ന ആളുകൾ വിവേകത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും വിഷയത്തിൽ തങ്ങളുടെ ബുദ്ധി പണയപ്പെടുത്തിയതിൻ്റെ ഉദാഹരണങ്ങൾക്കാണ് ഈ കവിതകൾ സാക്ഷിയാകുന്നത്. അഖീൽ ഇബ്നു ഉൽഫ അൽ മുർരി തൻ്റെ മകൾ ജർബ എന്നവളെ വിവാഹാന്വേഷണം നടത്തിയപ്പോൾ പാടിയ 3 വരിയാണതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇന്നി വ ഇൻസീഖ ഇലയ്യൽ മഹ്റു അൽഫുൻ വ അബ്ദാനി വദൗദുൻ ഉശ്റു അഹബ്ബു അസ്ഹാരി ഇലയ്യൽ ഖബ്റു. ഇതാണ് അയാൾ പറഞ്ഞത്. 1000 പണവും അടിമകളും പൂർണ്ണഗർഭിണികളായ ഒട്ടകങ്ങളും എൻ്റെ മകൾ ജർബ ഇന്ന് മഹറായി തരാം എന്ന് പറഞ്ഞ് വിവാഹമന്വേഷിച്ച് വരികയായാൽ അഹബ്ബു അസ്ഹാരി ഇലയ്യൽ ഖബ്റു, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വിവാഹബന്ധം അത് ഖബറാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ ജീവനോടെ ഖബറിൽ കുഴിച്ചു മൂടലാണ്. ഇത്രത്തെ ഒക്കെ മഹർ തന്നാലും അവളെ വിവാഹം കഴിച്ചയക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നാണ് ഈ അഖീൽ പാടിയത് തഫ്സീറിൽ നമ്മൾ വായിക്കുന്നത്. അബ്ദുള്ള ഇബ്നു താഹിർ ഇപ്രകാരം പാടിയെന്നാണ്. ലികുല്ലി അബി ബിൻതിൻ യുറാഇ ശുഊനഹ സലാസതു അസ്ഹാരിൻ ഇദാ ഹുമിദ സിഹ്റു ഫബഅലു യുറാഇഹ വഖിദ്റുൻ യുകിന്നുഹ വഖബ്റുൻ യുവാരിഹ വഖൈറുഹുമുൽ ഖബ്റു. അയാൾ പെൺമക്കളെ പോറ്റുന്ന പിതാക്കളോട് ഉപദേശിക്കുകയാണ്. പെൺമക്കൾക്ക് വൈവാഹിക ജീവിതമാണ് നല്ലതെങ്കിൽ 3 തരം ബന്ധങ്ങൾ ഉണ്ട്. ഇതെല്ലാ പെൺമക്കളുടെയും പിതാക്കൾക്കുള്ള അറിയിപ്പാണെന്ന് പറഞ്ഞ അദ്ദേഹം ആ 3 ബന്ധങ്ങൾ പറയുന്നത് ഫബഅലു യുറാഇഹ, 1 ഈ പെണ്ണിനെ പരിചരിക്കുന്ന ഭർത്താവാണ്. 2 വഖിദ്റു യുകിന്നുഹ, അവളെ കാത്തു സംരക്ഷിക്കുന്ന അറയാണ്. 3 വഖബ്റു യുവാരിഹ, അവളെ മൂടുന്ന ഖബറാണ്. വഖൈറുഹുമുൽ ഖബ്റു, ഭർത്താവിനേക്കാളും അറയേക്കാളും ഏറ്റവും ഉത്തമമായത് അവൾക്ക് ബന്ധമായി ഖബറാണ് എന്നാണ് പറയുന്നത്. ഈ കവിതകളൊക്കെ അറിയിക്കുന്ന വിഷയം എന്താണ്? ആ ജാഹിലിയത്തിൽ തലച്ചോറുണ്ടായിരുന്നവർ വിവേകമോ വിചാരമോ ഇല്ലാതെ, തൻ്റെ ഇടമോ സംസ്കാരമോ ഇല്ലാതെ പെരുമാറിയതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒരിക്കൽ സഅസ ഇബ്നു നാജിയ അൽ മുജാശിഇ തിരുസവിധത്തിലേക്ക് വരുന്നുണ്ട്. ജാഹിലിയത്തിൽ ഞാൻ ചില കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലെനിക്ക് കൂലിയുണ്ടോ എന്ന് ചോദിച്ചാണ് വരുന്നത്. സഅസ, നിങ്ങൾ എന്ത് കർമ്മമാണ് ചെയ്തത് എന്ന് തിരുദൂതർ ചോദിക്കുമ്പോൾ അഹ്യൈതു സലാസ മിഅത്തിൻ വസിത്തീന മൗഊദതൻ, 360 പെൺകുട്ടികൾക്ക് ഞാൻ ജീവൻ നൽകിയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. തന്തമാർ ജീവനോടെ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്ന പെൺമക്കളെ അവരിൽ നിന്ന് പൂർണ്ണ ഗർഭിണികളായ 2 ഒട്ടകങ്ങളെയും ഒരു കൂറ്റൻ ഒട്ടകത്തെയും കൊടുത്ത് ഞാൻ വാങ്ങി ആ പെൺമക്കളെ ഞാൻ പോറ്റി വളർത്തിയിട്ടുണ്ട് എന്നാണ് സഅസ ഇബ്നു നാജിയ പറയുന്നത്. അതിലെനിക്ക് കൂലിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയുന്നുണ്ട്, ലക അജ്റുഹു ഇദാ മന്നല്ലാഹു അലൈക ബിൽ ഇസ്ലാം,
താങ്കൾ ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കൂലി താങ്കൾക്കുണ്ടായിരിക്കും എന്ന്. അന്നാളുകളിൽ പെൺമക്കൾക്കുള്ള രക്ഷകരായുള്ള അപൂർവം ചിലരാണ് ഈ ഇബ്ൻ നാജിയ. പക്ഷേ ഈ സംഭാഷണം നമ്മളോട് പറയുന്ന ഞെട്ടിക്കുന്ന ആ യാഥാർത്ഥ്യം, ഇത്രയധികം പെൺമക്കൾ ജീവനോടെ കുഴിച്ചുമൂടപ്പെടുന്ന ദുരവസ്ഥ അന്നാളുകളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളുടെയും അവതരണ പശ്ചാത്തലം വായിക്കുമ്പോൾ ഇതുപോലത്തെ ഞെട്ടിപ്പിക്കുന്ന പല അവിവേകങ്ങളും അജ്ഞതകളും നമുക്ക് വായിക്കാൻ സാധിക്കും.